നേര്യമംഗലം കാഞ്ഞിരവേലിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപത്ത് 16 ആനകളാണ് എത്തിയത്. ആനയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കാഞ്ഞിരവേലിയിൽ കാട്ടാനാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം വയോധിക കൊല്ലപ്പെട്ടിരുന്നു. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണം ഉണ്ടായ അതേ ഇടത്ത് തന്നെയാണോ ഇപ്പോൾ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്? അനുജ, അതേ ഇടത്ത് തന്നെയല്ല, അതിന് തൊട്ടടുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയോട് ചേർന്ന് ഉള്ള സ്ഥലത്താണ്. അതായത് കാഞ്ഞിരവേലിക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയിൽ നിന്ന് അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഒരു 20 മീറ്റർ മാത്രം അകലെയാണ് കാട്ടാനക്കൂട്ടം അല്പസമയം മുമ്പ് ഉണ്ടായിരുന്നത്. അത് ആനത്താരയാണ്. ഒരു വനമേഖല പോലെയുള്ള പ്രദേശമാണ്. അവിടെ നിന്ന് ആ റോഡ് മുറിച്ച് കിടന്ന് അത് ഈ ചെറിയ തോടാണ്, കൈത്തോടാണ്. ആ കൈത്തോടിലൂടെ ഇറങ്ങി എതിർ ദിശയിലേക്ക്, അതായത് എറണാകുളം ജില്ലയുടെ ഭാഗത്തേക്ക്, ഇടുക്കി ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്ക് കയറി എന്ന് വേണമെങ്കിൽ പറയാം. 16 ആനകളാണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, കുറച്ച് സ്കൂൾ കുട്ടികൾ ഇതിലെ പോകുന്നുണ്ടായിരുന്നു. അവർ ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞൊക്കെ വരുന്നതായിരിക്കാം. അവർ ഈ സ്കൂൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അവരുടെ തൊട്ട് മുൻപിലാണ് ഈ കാട്ടാനക്കൂട്ടം എത്തിയത്. അത് ആ വഴി മുറിച്ചു കടന്നത് വലിയൊരു അപകടം ഒഴിവായി. അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യമാണ് നിലവിൽ എപ്പോഴും ഇവിടെ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കും. നമ്മൾ ഈ നാട്ടുകാരനായ ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ചേട്ടൻ ഇവിടെ കണ്ടതാണ്, ഈ കാട്ടാനകളെ കണ്ടതാണ്. ചേട്ടാ, സ്ഥിരം ഇതാണ് അവസ്ഥ? എങ്ങനെയാണ്? സ്ഥിരമൊന്നല്ല, ഈ 1.5-2 വർഷമായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പം ഇന്നലെ ഒരു ചേച്ചി ഇവിടെ മരിച്ചു. അത് കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കായിരുന്നു. അതേസമയം നമ്മുടെ കാഞ്ഞിരവേലിയിൽ നിന്ന് ഫസ്റ്റ് സ്കൂൾ ബസ് എടുക്കണേ 7:30-നും 7:45-നും ഇടയ്ക്കാണ്. ഈ 8-നും 8:30-ക്കും ഇടയ്ക്കാണ് ഈ മരം നടക്കുന്നത്. ആ സമയത്ത് ആന ഇതേ മോഡൽ ക്രോസ് ചെയ്ത് പോകുമ്പം ഇതെപ്പോഴും ഇതുപോലെ ഇങ്ങനെ ആനയുള്ളതാണോ? എല്ലാ ദിവസവും വൈകിട്ട് നമ്മുടെ ഈ ആന മൊത്തം നമ്മുടെ ഈ ലോക്കലുണ്ട്. ഇന്നിപ്പോൾ തന്നെ പറഞ്ഞാൽ നമ്മൾ 1-2 ആന എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആനയല്ല അത്. ഒരാന 2 ആന എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത ആനകൾ പലതുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ നിന്ന് 100 മീറ്റർ ഉള്ളൂ. ആ പിള്ളേർക്ക് എക്സ്പീരിയൻസ് ഉള്ള കാരണം അവർക്ക് ആ മണം കിട്ടി. അതേസമയം ഇവിടെ ടൂറിസ്റ്റ് 5-6 ടൂറിസ്റ്റ് വില്ലേജുള്ള സ്ഥലത്ത്, ഇഷ്ടം പോലെ റിസോർട്ടുള്ള സ്ഥലത്ത്, ഒരു പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ വണ്ടി ഓൾറെഡി ആന ചവിട്ടിച്ച് കൊല്ലും. ഒരു മനുഷ്യൻ ഇന്നലത്തെ ഒരു മനുഷ്യൻ്റെ വിലയ്ക്ക് കേരള സർക്കാർ ഇട്ട് അങ്ങനെ 10 ലക്ഷം രൂപയാണ്. ഈ പിള്ളേർക്കുടെ വിലയ്ക്ക് അങ്ങനെ ഇടാൻ പറ്റുമോ? അതാണ് അവസ്ഥ. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ 3-4 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ നടന്നു പോകുന്നു. ഒരു വലിയ തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവർ ഈ ആനകളുടെ മുമ്പിൽ പെടാതെ മാറിപ്പോയത് എന്നുള്ളത് ഒരാശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആ ഒരു കാഴ്ച നമ്മളെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. നമ്മൾ ഈ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ വാഹനത്തിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു അനക്കം കേൾക്കുകയും പോലീസുകാർ ഉൾപ്പെടെ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അവർ വന്ന് നോക്കുമ്പോൾ കാട്ടാനക്കൂട്ടം 16 ആനകൾ ഒരുമിച്ച് ഈ കൈത്തോട് കടന്ന് മറുവശത്തേക്ക് കയറി പോകുന്ന ഒരു കാഴ്ച ഉണ്ടായത്. ഇവിടുത്തെ ഒരു സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയാണ്, ദൈനംദിന ജീവിതം എങ്ങനെയാണെന്ന് ഉള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് ഈ കാട്ടാനക്കൂട്ടങ്ങളുടെ ദൃശ്യങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സ്ഥിരം ഇതേ അവസ്ഥ തന്നെയാണ്. ഇത്രയും കാട്ടാനകൾ ഒരുമിച്ച് ഒരേ സമയം ഈ പ്രദേശത്തെ എല്ലാ സമയങ്ങളിലും ഉണ്ടാകാറുണ്ട്. അത് വലിയ തരത്തിലുള്ള ആശങ്ക ഈ ജനവാസ മേഖലയിലെ ആളുകൾക്ക്, അതായത് കാഞ്ഞിരവേലിയിലെ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഇന്ദിര എന്ന് പറയുന്ന ആൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വനം വകുപ്പ് അതിന് പിന്നാലെ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് കൃത്യമായിട്ടും ഒരു പ്രത്യേക സംഘത്തെ, കാട്ടാന ശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു സംഘത്തെ നിയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സംഘം എവിടെയാണെന്ന് ഈ നാട്ടുകാർക്കും അറിയില്ല, ഇവിടെ നിൽക്കുന്ന ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങോട്ടേക്ക് ആരും എത്തുകയും ചെയ്തിട്ടില്ല. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ആനകളെ കാട്ടിലേക്ക് കയറ്റി വിടുകയും ചെയ്തിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. എന്തായാലും ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് കാണാൻ കഴിഞ്ഞത്. ശരി, നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അവിടെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപത്ത് 16 ആനകൾ എത്തുകയായിരുന്നു. അവർ ഒരു കൈത്തോട് കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന വിവരമാണ് രാഹുൽ വിജയൻ നൽകിയത്. ആനകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ ഒരു വയോധിക മരിച്ചത്.